പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും ഏകവും പരിശുദ്ധവുമായ നാമം ഈ അനുഗ്രഹീതമായ സായാഹ്ന സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മപ്രബോധിനി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന് വേദിയൊരുക്കുന്ന പാസ്റ്റർ സുഭാഷ് അനാരി സാറിനോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അതുകൂടാതെ ആത്മപ്രബോധിനിയുടെ എല്ലാ അനുഗ്രഹീതരായ പ്രവർത്തകരെ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് എബനേസർ മുഹമ്മദ് തുടങ്ങി വിലപ്പെട്ട ദൈവദാസന്മാർ കർത്തൃവേലയിൽ വിവിധയിടങ്ങളിൽ വിവിധ നിലകളിൽ ഉന്നതമായ നിലകളിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമരുന്നനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് ഒട്ടും സമയം കളയാതെ കടക്കുവാൻ തക്കോണം ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും വളരെ ചിരപരിചിതമായ വാക്യ ശകലമാണ്. അതിങ്ങനെ വായിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കുക. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനമാണെന്നും അല്ലെന്നുമുള്ള വാദഗതികൾ നിലനിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും പൊതുവെ അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് പരിചയമുള്ള കുറേ വ്യക്തിത്വങ്ങളെ നമുക്ക് ഇതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ അവസാന അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതൊക്കെയാണ് അതിന് കാരണമായിട്ട് എടുക്കുന്നത്. എന്നാൽ അല്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നത് മലയാള പരിഭാഷ വായിക്കുമ്പോൾ നമുക്ക് ഇത് ഒരേ രീതിയിൽ മറ്റ് ലേഖനങ്ങളെ പോലെ തന്നെ ഒരു ലേഖനം, അതിൻ്റെ തുടർച്ച പോലുള്ള ലേഖനം പോലുള്ള ഫീല് നമുക്ക് ഉണ്ടാകാം. കാരണം ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ആൾക്കാരാണ്. അതുകൊണ്ട് ആ പരിഭാഷ വായിക്കുമ്പോൾ അതല്ല അതിൻ്റെ മൂലഭാഷയിലുള്ളത്. അതിൻ്റെ മൂല ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് ഭാഷകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. കൊയ്നി ഗ്രീക്കിലും അതുപോലെ ക്ലാസിക്കൽ ഗ്രീക്കിലും ഒക്കെ എഴുതിയിരിക്കുന്നതായ ലേഖനങ്ങളാണ് പൊതുവെ നമുക്ക്, അല്ലെങ്കിൽ പുതിയ നിയമ ഭാഗങ്ങളൊക്കെ ആ നിലകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉദ്ധരണികൾ, പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികൾ ഒത്തിരി എടുത്തിട്ടുണ്ട് പല ഭാഗങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ പഴയ നിയമ ഉദ്ധരണികൾ മിക്കവാറും സെപ്റ്റ്വജിന്റ് പരിഭാഷകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പൗലോസ് സാധാരണഗതിയിൽ പഴയ നിയമ ഉദ്ധരണികൾ എടുക്കുമ്പോൾ അത് മിക്കവാറും ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, സെപ്റ്റ്വജിന്റ് അല്ലാത്ത മറ്റ് ഓൾറെഡി ഉള്ള ജൂയിഷ് ബൈബിളിൽ നിന്നാണ്. അവരുടെ തനാക്ക്, മിഷ്ന തുടങ്ങിയ അത്തരം വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയാണ് പൊതുവെ പൗലോസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ പഴയ നിയമത്തിൽ ഉദ്ധരണി എടുക്കുന്നിടത്തെല്ലാം സെപ്റ്റ്വജിന്റ് പരിഭാഷയിൽ നിന്നാണ്. സെപ്റ്റ്വജിന്റ് പരിഭാഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് ഒരു 250 വർഷം മുമ്പ് ടോളമി ഫിലാദൽഫസ് എന്ന് പറയുന്ന രാജാവ്, അലക്സാണ്ട്രിയയിലെ, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലുള്ള രാജാവ്, അദ്ദേഹം വളരെ സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരു ലൈബ്രറി ഉണ്ടാകണമെന്നും എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളും, മതഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള മാക്സിമം ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ചിന്തയുടെ പരിണതഫലമായിട്ട് യഹൂദരുടെ, പ്രത്യേകിച്ച് യഹൂദരൊക്കെ അവിടെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്, ഡയസ്പോറ, അതോടെ ഒത്തിരി സ്കാറ്റേർഡ് ജ്യൂസ് ഉണ്ട്. അവരൊക്കെ പലപ്പോഴും ഈ എബ്രായ ഭാഷ മറന്നു തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷ ഒരു സാർവത്രിക ഭാഷയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. നമുക്കറിയാം ബാബിലോണിയ സാമ്രാജ്യം, അതിനുശേഷം വന്ന സംയുക്ത സാമ്രാജ്യമായ മേദ്യ പാർസ്യ സാമ്രാജ്യം, അതിനുശേഷം ആ രാജവംശത്തെയും നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് ഗ്രീക്ക് സാമ്രാജ്യം രംഗപ്രവേശം ചെയ്യുന്നത്. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തോടുകൂടി ഗ്രീക്ക് ഭാഷ സാർവത്രിക ഭാഷയായിട്ട് മാറി. അതിനുശേഷം റോമൻ സാമ്രാജ്യം. പക്ഷെ അവിടെ
ഈ ഗ്രീക്ക് സാമ്രാജ്യം പിന്നീട് 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. അത് ടോളമി, കസാണ്ടർ, ലിസിമാക്കസ്, സെലൂക്കസ് എന്ന് പറയുന്ന 4 ഗ്രീക്ക്, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 ക്യാപ്റ്റന്മാരിലേക്ക് അത് വിഭജിക്കപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ ടോളമി ഫിലാദൽഫസ് എന്ന് പറയുന്ന വ്യക്തി, ടോളമി പിന്നീട് വന്ന വ്യക്തിയാണ്, ടോളമിമാരാണ് അതിൽ ടോളമി ഫിലാദൽഫസ്. അദ്ദേഹം പ്രധാനമായിട്ടും അലക്സാണ്ട്രിയൻ പ്രദേശങ്ങളാണ് ഭരണം നിർവഹിച്ചത്. ആ സമയത്ത് ഈ മതഗ്രന്ഥം, യഹൂദ ഗ്രന്ഥം, പഴയ നിയമത്തിന്റെ ഒരു പരിഭാഷ, ഒരു കോപ്പി അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് യഹൂദ റബ്ബിമാരെ കൊണ്ടുവന്ന്, എബ്രായ ഭാഷ നന്നായിട്ട് വശമുള്ള റബ്ബിമാരെ കൊണ്ടുവന്നിട്ട് അത് ഗ്രീക്ക് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തു. പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെ വിവർത്തനം ചെയ്ത ആ പരിഭാഷയെ പറയുന്ന പേരാണ് LXX എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെപ്റ്റുവജിന്റ് പരിഭാഷ എന്ന് പറയും. അപ്പോൾ ഈ സെപ്റ്റുവജിന്റ് പരിഭാഷയിൽ നിന്നാണ് എബ്രായ ലേഖനത്തിൽ ധാരാളമായ ഉദ്ധരണികൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും അത് സ്വാഭാവികമായിട്ട് പൗലോസ് ആയിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതിനെ കുറിച്ച് ചൂണ്ടുന്ന വിഷയമാണ്. പിന്നെ ഇതിപ്പോൾ പൗലോസ് എഴുതിയതായാലും അല്ലാതെ മറ്റാരോ എഴുതിയാലും, മറ്റാരോ പറഞ്ഞതുപോലെ ഇത് മോശ എഴുതിയെന്ന് പറഞ്ഞാലും നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം ഇതിൽ പറയുന്നത് ദൈവശാസ്ത്രീയമായ ദൈവിക തിരുവെഴുത്തുകളാണോ എന്നുള്ള വിഷയം മാത്രമേ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. ഇതിൽ എത്രമാത്രം ആധികാരികതയുണ്ട്, ദൈവവചനമായിട്ട് ഇതര വചന ഭാഗങ്ങളുമായിട്ട് എത്രമാത്രം പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് കൊണ്ട് വളരെയധികം ശക്തിയോടെ, ശ്രദ്ധയോടെ ദൈവശാസ്ത്രീയമായ ഈ തിരുവെഴുത്തിനെ പൂർണ്ണമായിട്ടും എംബ്രേസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ, സ്വാംശീകരിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടും അതിനെ സംബന്ധിച്ചില്ല. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം, അവിടെ ആ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ പറയുന്നത്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ചിലത് ചെയ്യണം. പുതിയ നിയമവിശ്വാസികളോടാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. പക്ഷെ അവിടെ പറയുന്ന സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുന്നത് ആരായിരിക്കാം? തീർച്ചയായിട്ടും അത് 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പെടുന്ന അവരെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസ വീരന്മാർ, അവരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞതിന് ശേഷം വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ ഇസഹാക്ക് തുടങ്ങി ഒത്തിരി വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തിയിട്ട് ഒടുക്കം ഇങ്ങനെ പറയുകയാണ്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം ചിലത് ചെയ്യണം. അപ്പോ ഈ ചുറ്റും നിൽക്കുക, അപ്പൊ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്നവിടെ പറയുകയാണ്. അപ്പൊ ഈ മരിച്ചുപോയ സാക്ഷികളുടെയൊക്കെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഈ 12-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ 22-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ കാണുന്നു, സിയോൻ പർവ്വതത്തിന് നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കടുക്കൽ നമ്മൾ പുതിയ നിയമ വിശുദ്ധന്മാർ വന്നിരിക്കുന്നു എന്നൊരു പ്രയോഗം നമുക്ക് ഈ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, പൗലോസ് പറയുന്നത് പോലെ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് സമീപസ്ഥനായി എന്ന് പറയുന്നു. മറ്റ് സ്ഥലങ്ങളിൽ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ദൈവഭക്തന്മാർ അവരുടെ ജീവാവസാനമൊക്കെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നമുക്ക് മുന്നമേ കടന്നുപോയ വിശുദ്ധന്മാര്, അവർ പറഞ്ഞു വെച്ച ആ സ്പിരിറ്റ്, അവരാ പറഞ്ഞു വെച്ച ആ ആത്മാവിന്റെ പ്രേരണയിൽ നൽകപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ, അത് നിശ്ചയമായിട്ടും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണ്, നമ്മെ പ്രബോധിപ്പിക്കുന്നതാണ്, നമുക്ക് പ്രചോദനം നൽകി തരുന്നതാണ്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ആക്കം നൽകി തരുന്നതാണ് എന്നുള്ളതാണ് അവിടെ വ്യക്തമായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ചുറ്റും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ചുറ്റും എന്ന് പറയുമ്പോൾ ഒത്തിരി ഭാഗത്ത് ഈ ചുറ്റും എന്നുള്ള പദം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്റെ ഭക്തന്മാരുടെ ചുറ്റും യഹോവയുടെ ദൂതന്മാർ അവരുടെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി. 34-ാമത്തെ സങ്കീർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക്
ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിക്കുന്നു എന്ന് വചനം രേഖപ്പെടുത്തുന്നു. 3-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, നീയോ എനിക്ക് ചുറ്റും പരിചയം, എന്റെ തലയുയർത്തുന്നവനും എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവനുമാകുന്നു. നീയോ എനിക്ക് ചുറ്റും പരിചയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പുതിയ നിയമ വിശുദ്ധന്മാരായ നമുക്ക് ചുറ്റുമുണ്ട്. യഹോവയായ ദൈവം തന്റെ പരിചയമായിട്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ചിലപ്പോൾ ചുറ്റും എന്നുള്ള പദമൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു പദം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറയുന്നതല്ല, പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. നമുക്ക് വളരെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ പ്രതിസന്ധിയുടെ, പ്രയാസങ്ങളുടെ, കലാപകലുഷിതമായ ജീവിത അനുഭവത്തിന്റെ ഒക്കെ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വക തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ചുറ്റും യഹോവയുടെ ദൂതന്മാർ പാളയമിറങ്ങുന്നു. കർത്താവ് തന്നെ നമുക്ക് ചുറ്റും പരിചയമായും നമ്മുടെ മഹത്വമായും നമ്മുടെ തല ഉയർത്തുന്നവനായിട്ട് ഇരിക്കുന്നു. അതുകൂടാതെ നമ്മളിപ്പോൾ ഇബ്രായ ലേഖനത്തിൽ വായിച്ചതുപോലെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, മുറുകെ പറ്റുന്ന പാപം വിട്ടുകളഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടുകളഞ്ഞ്, ഇത് ഭാരങ്ങൾ വേണ്ട, പ്രയാസങ്ങൾ വേണ്ട. നമ്മൾ റോമാലേഖനത്തിലൊക്കെ കാണുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അപ്പൊ നമ്മിൽ വെളിപ്പെടുവാനുള്ളൊരു തേജസ്സുണ്ട്. കാരണം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ രക്ഷാനായകനായ യേശുക്രിസ്തു നമുക്ക് മുൻപായിട്ട് കടന്നുപോയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് സകല മനുഷ്യരും എന്ത് ചെയ്തു? ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നു. കാരണം ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ച നിമിത്തം അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ആദാമിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകി തരുവാൻ തക്കവണ്ണം നമ്മുടെ രക്ഷാനായകനായ കർത്താവ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നവരായിട്ട് നിലകൊള്ളുന്നു എന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്ന നിത്യനിതാന്ത സത്യമാണ്. അതുകൊണ്ട് തേജസ്സിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഇനി വെളിപ്പെടാനുള്ള തേജസ് എന്നാണ് അവിടെ റോമാലേഖനത്തിൽ പറയുന്നത്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ ഈ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന സമയത്ത് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കണം. ഇവിടെ പറയുന്നു, സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യാം? ഇപ്പോഴുള്ള ഭാരം വിട്ടുകളഞ്ഞ് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൊടുക്കാം. മുമ്പിലോട്ടാകട്ടെ നോട്ടം, പുറകോട്ട് നോക്കാതിരിക്കട്ടെ. നമ്മുടെ പിന്നിലുള്ളത് മറന്നുകൊണ്ട്, മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ അവന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക എന്നതാണ് അപ്പോസ്തലൻ പൗലോസ് നമ്മെ വീണ്ടും പ്രബോധിപ്പിക്കുന്ന സത്യമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ നമുക്ക് ഈ അധ്യായത്തിൽ പിന്നാമ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. 11-ാമത്തെ അധ്യായത്തിൽ അവിടെ ആദ്യം പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഹാബേലാണ്. ഞാൻ വളരെ ലളിതമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. പ്രത്യേകം വലിയ തിയോളജിക്കൽ പ്രൊഫൗണ്ടായ സബ്ജക്റ്റുകളിലേക്കൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അനുവർത്തനീയമായ നിലകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ചില വിഷയങ്ങൾ മാത്രം പങ്കുവെച്ച് വചന ശുശ്രൂഷ വിരമിക്കാം. പ്രൈസ് ദി ലോർഡ്. 11-ാമത്തെ അധ്യായമാണല്ലോ വിശ്വാസവീരന്മാരുടെ പട്ടിക. അവിടെ എല്ലാം പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് ആ ഭാഗങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അവിടെ പറയുന്നുണ്ട് 2-ാമത്തെ വാക്യങ്ങളിൽ 4-ാമത്തെ വാക്യത്തിൽ ആദ്യമായിട്ട് വിശ്വാസവീരന്മാരുടെ ഈ പറയുന്ന പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ എന്നാണ്. ഹാബേൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസത്താൽ ഹാബേൽ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം വിശ്വാസത്താൽ ആദാം എന്തെങ്കിലും ചെയ്തു എന്ന് പറയാഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം വിശ്വാസത്താൽ ഹവ്വ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാഞ്ഞത്? വിശ്വാസത്താൽ ഹവ്വ സ്ത്രീകളെക്കുറിച്ചും ഈ വിശ്വാസവീരന്മാരുടെ വീരമതികളെ കുറിച്ചുള്ള പട്ടികയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റാഹാബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റൂത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളും ഈ പട്ടികയിലൊക്കെ പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ വിശ്വാസത്താൽ ആദാം വിശ്വാസത്താൽ ഹവ്വ പഴം പറിച്ച് തിന്നു എന്ന് പറയാൻ പറ്റുമോ?
വിശ്വാസത്താൽ ആദാം പഴം പറിച്ചത് അല്ലെങ്കിൽ ഭാര്യ കൊണ്ടുവെത്തുന്ന പഴം വിശ്വാസത്താൽ ഭക്ഷിച്ചു എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം അത് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവിച്ചതാണ്, അത് വിശ്വാസം പോയത് കൊണ്ട് സംഭവിച്ചതാണ്, അത് വിശ്വാസത്താൽ ചെയ്തതല്ല, അത് അവിശ്വാസത്താൽ ചെയ്തതാണ്. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങളെ അവിശ്വസിച്ചതിന്റെ അനന്തരഫലമായിട്ട് താൻ എന്ത് ചെയ്തു? പിശാച് പറഞ്ഞതിനെ വിശ്വസിച്ചു, അതുകൊണ്ട് അത് അനുവർത്തിച്ചു, അത് ചെയ്തു. അത് കാരണം എന്ത് സംഭവിക്കുന്നു? അത് അവിശ്വാസത്തിന്റെ പരിണിതഫലമായിട്ട് മാറുവാനിടയായി തീർന്നെങ്കിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആദ്യം സ്ഥാനം പിടിച്ചിരിക്കുന്ന വ്യക്തിത്വം അവിടെ ഹാബേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. വിശ്വാസത്താൽ ഹാബേൽ എന്ത് ചെയ്തു? ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതുകൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അപ്പോൾ ഈ വിശ്വാസത്താലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, 11:2. അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പൊ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ് ഇവിടെ എഴുതുന്നത്. ഹാബേലിനെ കുറിച്ച് അതാണ് പറയുന്നത്. ഹാബേൽ വിശ്വാസ ഹാബേൽ ദൈവത്തിന്റെ കയ്യിന്റെ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അതിനുശേഷം ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പൊ ഇവരെല്ലാം സാക്ഷ്യം പ്രാപിച്ചവരാണ്. ആ പട്ടികയാണ് എഴുതി വരുന്നത്. അപ്പോൾ ഹാബേൽ എന്താണ് പ്രത്യേകിച്ച് ചെയ്തത്? കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം താൻ കഴിച്ചു എന്നുള്ളതാണ് തന്റെ പ്രത്യേകത. സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഒരുത്തൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവനെന്താണ് ചെയ്തത്? അവൻ ആരാധിച്ചു, ദൈവത്തെ ആരാധിച്ചു, ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചു. അവന്റെ അപ്പനമ്മമാർ ഒരുപക്ഷെ ദൈവം അവർക്ക് വേണ്ടി വിഭാവനം ചെയ്ത ആ യാഗത്തിന്റെ അനുഭവങ്ങൾ, യാഗം ഒന്നും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ലേവ്യയാഗങ്ങളെ കുറിച്ച് മോശിക ന്യായപ്രമാണം ഒന്നും ആ സമയത്ത് ഇല്ല. എങ്കിലും ആ സമയത്ത് അതുവരെ യാഗങ്ങൾ ഉണ്ടായിരുന്നു. അബ്രഹാം യാഗം കഴിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോഹയെ കുറിച്ച് നമുക്ക് യാഗം കഴിച്ചതായിട്ട് കാണാം. ഇങ്ങനെയുള്ള വസ്തുതകൾ നമുക്ക് അബ്രഹാമി അല്ലെങ്കിൽ മോശിക നിയമങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ യാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഹാബേൽ തന്നെ യാഗം കഴിച്ചതായിട്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ട്? അതിന് നിയമം ദൈവത്താൽ ഒരു ലിഖിതമായ, നമുക്ക് ലിഖിതമായിട്ട് ലഭിച്ചില്ല എങ്കിൽ തന്നെയും ഒരു ലിഖിത പ്രമാണം നിശ്ചയമായി ഇവരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കാം. ഒരു അലിഖിത നിയമം ഇതിനെ യാഗത്തെക്കുറിച്ച് നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കാമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഹാബേൽ ഉത്തമമായ യാഗം കഴിക്കുകയാണ്. ഈ ഹാബേൽ അപ്പൊ എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ഈ ആരാധനയ്ക്ക് വേണ്ടി അവൻ കൊടുത്തത് അവന്റെ ലൈഫാണ്. അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ആരാധിച്ചു, അതോടുകൂടി അവന്റെ പണിയും തീർന്നു. അവന്റെ ആദ്യത്തെ അവസാനത്തെയോ ആരാധനയാണോ എന്ന് അറിയില്ല. ഏതായിരുന്നാലും ആ അവസാനത്തെ ആരാധനയായിരുന്നു ഭൂമിയിൽ ആ നിലകളിലുള്ള. ആ ആരാധനയോടുകൂടി അവന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു, അവന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു. അവൻ മരണത്തിന് കീഴടങ്ങുവാനിടയായി തീർന്നു. ഒന്നാമത്തെ ആരാധനക്കാരനെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് കളയാൻ തക്കവണ്ണം ശത്രുവിന്റെ കരങ്ങൾ അത്രമാത്രം അക്കാലഘട്ടത്തിൽ തന്നെ പ്രബലമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ കാലഘട്ടത്തിലും ആരാധനയ്ക്കെതിരെ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിനെ ഉയരുന്ന അന്ധകാര മണ്ഡലത്തിന്റെ പാതാള ഗോപുരങ്ങളുടെ ആ പ്രവർത്തനവും അതിന്റെ ശബ്ദധ്വനികളും ഒക്കെ അതൊന്നും ഈ പുതിയൊരു വിഷയമല്ല. കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ, മനുഷ്യന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഈ ശത്രുവിന്റെ പദ്ധതികൾ ആരാധനയ്ക്കെതിരെ ഉയർന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാധനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. ഈ വ്യക്തി ഒന്നാമത്തെ മരണം തന്നെ നടക്കുന്നത്, ഈ ആദാമിൽ ഹവ്വയിൽ സംഭവിച്ച ആത്മീക മരണം എന്ന വിഷയം കഴിഞ്ഞാൽ അക്ഷരികമായ മരണം എന്ന് പറയുന്നത് തന്നെ ഹാബേലിന്റെ മരണമാണ്. അത് തന്നെ ഒരു കൊലപാതകമായിരുന്നു. ആദ്യത്തെ മരണം തന്നെ സ്വാഭാവിക മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. അപ്പോൾ നിശ്ചയമായും ഇവിടെ ആരാധനയുടെ അനന്തരഫലമായിട്ട് ആരാധനയ്ക്ക് വേണ്ടി അവൻ കൊടുക്കേണ്ടിയിരുന്നത് അവന്റെ തന്നെ ജീവിതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വിശ്വാസത്താൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്.
വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിനെതിരും ഉത്തമമായ യാഗം കഴിച്ചു, നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അടുത്തത്, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാബേൽ എന്താണ് മരിച്ച ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രൈസലോ, ആരാധന എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടി വരും. പ്രൈസലോ, ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ വന്നാലും ആരാധന എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായി വ്യവസ്ഥ പ്രകാരമുള്ളതായിരിക്കട്ടെ. പ്രൈസലോ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരമുള്ളതായിരിക്കട്ടെ, അത് കൃത്യതയുള്ളതായിരിക്കട്ടെ, അത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ളതായിരിക്കട്ടെ എന്നുള്ള ധ്വനിയാണ്. പ്രൈസലോ, അതിൽ നിന്ന് ഈ കാലഘട്ടങ്ങളായി ഹാബേൽ ചെയ്ത യാഗത്തിലൂടെ ഹാബേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മരിച്ച ശേഷവും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസലോ, അതുകൊണ്ട് ഹാബേൽ എന്തൊക്കെ സംസാരിക്കുന്നു എന്നത് ഇനിയും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. പ്രൈസലോ, അപ്പോൾ കൈയിൻ്റെതിന് ഉത്തമമായ യാഗമാണ് ഹാബേൽ കഴിച്ചതെന്ന് അവിടെ വ്യക്തമാണ്. പ്രൈസലോ, കൈയിൻ്റെതിന് ഉത്തമമായ യാഗം കഴിക്കാനുള്ള കാരണം എന്താണ്? നിശ്ചയമായിട്ട് അവിടെ പറയുന്നുണ്ട്. കയ്യിന് ഏതെങ്കിലും പച്ചക്കറി കൊണ്ടുവന്ന് യാഗം കഴിച്ചുകൊണ്ടെന്നാണെന്ന് അവിടെ പറയുന്നില്ല. കാരണം കയ്യിനോട് പറയുന്നുണ്ട്, നീ നന്മ ചെയ്തുവെങ്കിൽ പ്രസാദം ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അല്ലാതെ നീ പച്ചക്കറി കൊണ്ടുവന്നത് കൊണ്ട് നിന്നെ ഞാൻ പ്രസാദിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. കാരണം അവൻ നന്മ ചെയ്യുന്നവനായിരുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവനായിരുന്നു. അവന്റെ ഉള്ളിൽ തിന്മ വസിച്ചിരുന്നു. അവന്റെ പാപത്തിന്റെ ആഗ്രഹം അവനോടാകുന്നു. അതിനെ കീഴടക്കാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്ന കയീൻ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്താതെയാണ് അവന്റെ വസ്തുവകളുമായിട്ട് അവൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നത്. പ്രൈസലോ, അപ്പോൾ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവൻ നന്മ ചെയ്തിരുന്നെങ്കിൽ അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമായിരുന്നു. പക്ഷേ അവൻ നന്മ ചെയ്യാത്തവനായിരുന്നു. അപ്പോൾ ഹാബേൽ മരിച്ച ശേഷം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആരാധിക്കുന്ന സമയത്ത് പ്രൈസലോ നന്മ ചെയ്യുന്നവരായി നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒരു സാക്ഷ്യവും കൂടി മരിച്ച ശേഷവും ഹാബേൽ നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യമായിട്ട് അവശേഷിക്കുകയാണ്. ആരാധനയ്ക്ക് വില കൊടുക്കുന്ന ജീവിതം തന്നെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ഹാബേൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസലോ, അപ്പൊ സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഒരു വ്യക്തിയായ ഹാബേലും തന്റെ ജീവിത അനുഭവത്തെയും നമ്മൾ പരിചയപ്പെടുവാൻ കൊണ്ടുമടിയായി. പ്രൈസലോ, അടുത്തൊരു വ്യക്തിയായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഹാനോക്കിനെ കുറിച്ചാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ്. അപ്പോൾ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തി ഹാനോക്ക്. ഈ ഹാനോക്കിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 365 വർഷം മാത്രമേ ഉള്ളൂ. 5:24 ഇത് കാണാൻ പറ്റും. അവന് 365 വർഷമേ ജീവിച്ചുള്ളൂ. എന്ന് വെച്ചാൽ അന്നത്തെ കാലം ഘട്ടം വെച്ച് നോക്കുമ്പോൾ അത് ചെറിയൊരു വയസ്സാണ്. കാരണം മെഥൂശലേ 965 വർഷം ജീവിച്ചതായിട്ട് കാണാം. ആദാം 930ഓളം സംവത്സരങ്ങൾ ജീവിച്ചതായിട്ട് കാണാം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു സഹസ്രാബ്ദം വരെ ആളുകൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സഹസ്രാബ്ദ യുഗത്തിൽ മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകുമെന്ന് യശയാപ്രവചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത്രത്തോളം ആയുർദൈർഘ്യം എന്ന് പറയുന്നത് സംഭവിക്കുമോ? തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം നിഷ്പാപയുഗം കൊണ്ട് കഴിഞ്ഞ് ആ പാപത്തിന്റെ അനുഭവങ്ങളിലേക്ക് ജനം കടന്നു വന്നതിന് ശേഷവും ഏതാണ്ടൊരു സഹസ്രാബ്ദത്തിനടുത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. മെഥൂശലയും അതുപോലെ ആദാമും അതുപോലുള്ള അനേക വ്യക്തികൾ ആ സ്ഥലത്ത്, അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം കാണാൻ കൊണ്ട് സാധിക്കും. 800, 700, 900 വർഷങ്ങൾ വരെ ജീവിച്ച സാഹചര്യം. ആ ഒരു അവസ്ഥ തിരികെ വരും. ആ ഒരു അവസ്ഥയിലേക്കൊരു മടങ്ങിപ്പോക്ക് ഇനിയും ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ഹാനോക്ക് 365 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. പ്രൈസറോ, ആ സമയത്തിനുള്ളിൽ തനിക്ക് കുടുംബം ഉണ്ടായിരുന്നു. കുടുംബത്തോടുകൂടി താൻ നടന്നിരുന്ന സാഹചര്യം അല്ലെങ്കിൽ ജീവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ താൻ ഒരു കാര്യം കാണുന്നു, അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ തക്കൊണ്ട് സാധിക്കുന്നത്. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ് എബ്രായ ലേഖനത്തിൽ കാണുന്നതെങ്കിലും ഉൽപ്പത്തി പുസ്തകം 5:24 കാണുന്നുണ്ട്. അത് ആദാമിൽ 7ാമനായ ഹാനോക്കാണ്.
ആ ഹാനോക്കിനെ കുറിച്ചാണ് 5:24 പറയുന്ന ഹാനോക്ക്. മറ്റൊരു ഹാനോക്ക് കയ്യിന്റെ പുത്രനായ ഒരു ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവരൊരു പട്ടണം പണിതു എന്നൊക്കെ നമുക്ക് 4-ാമത്തെ അധ്യായത്തിൽ എൻ്റെ ഓർമ്മ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അത് വ്യത്യസ്തമാണ്. ഈ ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്ന് പറയുന്ന ഹാനോക്കാണ് ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു കുടുംബജീവിതം നയിക്കുന്ന സന്ദർഭത്തിലും ദൈവത്തോട് കൂടെ നടക്കുവാൻ അതൊരു തടസ്സമായി ഭവിച്ചിരുന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കൂടെ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കുടുംബമായി ജീവിക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ തുടരുവാൻ തക്കവണ്ണം കുടുംബ ബന്ധങ്ങളൊന്നും തടസ്സമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തോട് കൂടെ നടന്നു ധാരാളം സഞ്ചരിച്ച് ഒരു ദിവസം ദൈവം അവരെ എടുത്തുകൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവരെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഹാനോക്കിന്റെ ജീവിതം എന്ന് പറയുന്നത് സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഒരു വ്യക്തി, ഒന്ന് ഹാബേൽ നമ്മൾ പരിചയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മറ്റൊരു വ്യക്തിത്വമായ ഹാനോക്ക് നമ്മോട് വിളിച്ചറിയിക്കുന്ന ഈ സാക്ഷികൾ, നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന സത്യമെന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹാബേൽ നമ്മോട് സംസാരിക്കുന്നു, ആരാധനയ്ക്ക് നാം വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതം തന്നെ ആരാധന എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തിന് വേണ്ടി എന്റെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഹാബേൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഹാനോക്ക് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഇവരെല്ലാം സാക്ഷ്യം പ്രാപിച്ചവരാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹാനോക്ക് നമ്മോട് പറയുന്ന സത്യം, ഏതു സാഹചര്യത്തിലും പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു സാഹചര്യം, വളരെ ചുരുങ്ങിയ കാലഘട്ടമാണെങ്കിൽ പോലും പ്രൈസ് ദി ലോർഡ് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കേണ്ടത്, ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊരു ലോങ് ലൈഫ് അല്ല വേണ്ടത്, ലോങ് ലൈഫിന് വേണ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ചൊരു ഫുൾ ലൈഫാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഫുൾ ലൈഫ്, അത് ഒരുപക്ഷെ ഒത്തിരി ദൈർഘ്യമേറിയതായിരിക്കത്തില്ല, വളരെ ചുരുങ്ങിയതെങ്കിലും പ്രൈസ് ദി ലോർഡ് സമ്പൂർണമായ ഒരു പ്രൈസ് ദി ലോർഡ് ലൈഫ്, ഒരു സമ്പൂർണ്ണ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ ലൈഫ് സ്പാനിനകത്ത് പ്രൈസ് ദി ലോർഡ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിത അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫുൾ ലൈഫ്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരം നമുക്ക് ദൈവം സഹായിക്കട്ടെ. മറ്റ് ആ കാലഘട്ടത്തിൽ ഹാനോക്കിനൊപ്പം ജീവിച്ചിരുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം, കേവലം 365 വർഷം മാത്രമുള്ള തന്റെ ജീവിതം സമ്പൂർണമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഈ വ്യക്തി ഏറ്റവും നമുക്ക് പ്രബോധനം നൽകി തരുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ വിശുദ്ധന്മാരായ നമ്മോട് ഹാനോക്കിന് നൽകാനുള്ള പ്രബോധനം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഈ സാക്ഷികൾ ചുറ്റും നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യഹോവ തന്നെ പരിചയമായിട്ട് ചുറ്റും നിൽക്കുന്നു എന്ന് 3-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പക്ഷെ ഇതല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ആളുകൾ നമുക്ക് ചുറ്റും നിന്ന് നമ്മോട് ചിലത് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവരുടെ ലൈഫിലൂടെ. നേരത്തെ നമ്മൾ ഹാബേൽ അവർ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് ഹാബേലിനെ കുറിച്ച് മാത്രം പറഞ്ഞവിടെ അവസാനിപ്പിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഈ വ്യക്തികളെല്ലാം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം 12:8 നമ്മൾ കണ്ടല്ലോ, 12:20-24 വാക്യം അവിടെ പറയുന്നത്, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പുതിയ നിയമ വിശുദ്ധന്മാരായ നമ്മൾ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ഇവര് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഹാനോക്ക് എന്ത് സംസാരിക്കുന്നു? ഹാനോക്ക് നമ്മോട് പറയുന്നു, ഒരു ഫുൾ ലൈഫ്, ഒരു ലോങ് ലൈഫിനേക്കാൾ ഉപരി ഒരു ഫുൾ ലൈഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ കടാക്ഷിക്കപ്പെട്ട, ദൈവത്താൽ സ്പർശിക്കപ്പെട്ട, ദൈവത്താൽ ഒപ്പുചേർത്തപ്പെട്ട, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ഫുൾ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ജീവിത അനുഭവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. അവിടെ പൗലോസ് ഒരിക്കൽ പറയുന്ന കാര്യം നമുക്കറിയാം. 1 കൊരിന്ത്യർ 11 നമ്മൾ കർത്തൃവേശയുടെ സമയത്തൊക്കെ വായിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ദൈവത്തിന്റെ എൻകൗണ്ടർ, ദർശനം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായ സമയത്ത് ഒരുപക്ഷെ മാംസരക്തങ്ങളോട് താൻ ഒന്നും ചോദിച്ചത് ഇല്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാംസരക്തങ്ങളോടൊന്നും താൻ അഭിപ്രായം ചോദിക്കാൻ പോയില്ല. നേരെ അറബിയിലേക്ക് പോകുന്നു. 2-3 വർഷം അവിടെ ദൈവവുമായുള്ള സാമീപ്യത്തിൽ താൻ ചെലവഴിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചു.
നിങ്ങൾ കേൾപ്പിച്ചു തന്നു. പ്രൈസലോ. അപ്പസ്തോലന്മാര് അനുഭവിച്ചത് കണ്ടും കേട്ടും തൊട്ടും സ്പർശിച്ചും ദർശിച്ചും ഒക്കെ അറിഞ്ഞ പല കാര്യങ്ങളുണ്ട്. പ്രൈസലോ. യോഹന്നാൻ യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു, മാറോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 1 യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ വചനം. പ്രൈസലോ. വചനത്തെ തൊട്ടെന്നാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുന്നത്. അവന്റെ സാക്ഷ്യമാണ്. പ്രൈസലോ. എന്നാൽ അവൻ സ്പർശിച്ചതുകൊണ്ട്, അവൻ കണ്ടതുകൊണ്ട്, അവൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പൗലോസിന് അതുകൊണ്ട് എന്താണ് പ്രയോജനം? പ്രൈസലോ. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രേക്ഷകർക്ക്, പൗലോസ് നേടിയ വിശുദ്ധ ഗണങ്ങൾക്ക്, വിശ്വാസ സമൂഹത്തിന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം പ്രൈസലോ ഈ അപ്പസ്തോലന്മാരിൽ നിന്ന് പ്രാപിച്ചാൽ പോരാ, ഈ മാംസരക്തങ്ങളിൽ നിന്ന് പ്രാപിച്ചാൽ പോരാ. പ്രൈസലോ. അവൻ കർത്താവിൽ നിന്ന് തന്നെ പ്രാപിച്ച് ചിലത് നൽകേണ്ടിയിരുന്നു എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കും ഇതൊരു പാഠമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രൈസലോ അവിടെ നിന്നും ഇവിടെ നിന്നും പ്രാപിക്കുന്നതല്ല, ദൈവവചനത്തിന്റെ മുൻപാകെ പ്രൈസലോ ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യത്തിന്റെ നിറവിലിരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അത് ജനത്തിന് കൈമാറ്റം ചെയ്യുന്ന ഒരു അഭിഷേകത്തിന്റെ അനുഭവം, ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രൈസലോ. അപ്പൊ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ചിലത് പ്രാപിച്ച വ്യക്തിയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അവനെ കുറിച്ച് ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം, ഇത്രനാൾ ദൈവത്തോട് കൂടെ നടന്നിട്ടും മറ്റുള്ളവരെ പോലെ ഒരു ലോങ് ലൈഫ്, ദീർഘായുസില്ലാത്ത പോയ ഒരു വ്യക്തിയായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. പ്രൈസലോ. എന്നാൽ ദൈവമാണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്രമാത്രം ആയുസ് വേണം, ആരോഗ്യം വേണം, ഏതവസ്ഥയിൽ നാം ആയിരിക്കണം എന്നുള്ള ദൈവം ആണ് അതിനുള്ള തീരുമാനമെടുക്കേണ്ടത്. ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസലോ അവിടെ വ്യക്തമായ നിലകൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ചലനങ്ങളായിരുന്നു, ചുവടുവെപ്പുകളായിരുന്നു അവൻ്റേത്. ഒടുക്കം ദൈവം അവനെ തന്റെ സാമീപ്യത്തിലേക്ക് എടുത്തുകൊണ്ടു എന്നത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാലഘട്ടങ്ങൾക്കിപ്പുറം ഇതാ എബ്രായ ലേഖനത്തിൽ പ്രൈസലോ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്ന സ്ഥിതിയിലേക്ക് ദൈവം അവന്റെ ജീവിതത്തെ മാറ്റുവാനിടയായി തീർന്നുവെങ്കിൽ കാലഘട്ടങ്ങൾക്കിപ്പുറവും ഒരു അനുഗ്രഹം, ഒരു പ്രതിഫലം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യവും വാഗ്ദാനവുമാണ് എന്നത് നമ്മൾ ഇന്ന് പകലിൽ ഈ വൈകിയ വേളയിൽ തിരിച്ചറിയുക. പ്രൈസലോ. അടുത്ത ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. 2 വ്യക്തികളെയാണ് പരിചയപ്പെട്ടത്. ഒത്തിരി പേരെ പറ്റി പറയുന്നില്ല. ഹാബേലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അതിനുശേഷം ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞു. ഒരു വ്യക്തിയെ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, 1-2 വ്യക്തികളെ കൂടെ നോക്കാം. 7-ാമത്തെ വാക്യത്തിൽ 11:7 വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്നാണ് പറഞ്ഞിരിക്കുക. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നോഹയെ കുറിച്ചാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഒരുപക്ഷെ വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ പറയുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. അത് വരാൻ പോകുന്നതുള്ളൂ, അത് ഇവിടെ എഴുതിയിട്ടുണ്ടത്. പക്ഷേ ഈ നോഹയെ കുറിച്ച് ഞാൻ പൊതുവെ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അബ്രഹാമിനൊക്കെ നിരന്തരം ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അബ്രഹാമേ അബ്രഹാമേ, നീ പുറത്തേക്ക് ഇറങ്ങി വരിക, കൂടാരത്തിന്റെ വെളിയിലേക്ക് വരിക, ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ കണ്ടോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കടൽ തീരത്തേക്ക്, അല്ലെങ്കിൽ ഈ മണൽ തരികളൊക്കെ കണ്ടോ, അതിനെ എണ്ണി നോക്കുക, ഇതുപോലെ നിന്റെ സന്തതികളെ ആക്കി തീർക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റിങ് കൊടുത്തോണ്ടിരിക്കും. നമുക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ, നമ്മളിപ്പോൾ ഈ കൊറോണ കാലമൊക്കെ ആയ സമയത്ത് ആരാധനയും മറ്റു കൂട്ടായ്മകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബൂസ്റ്റ് തരാൻ വേണ്ടി പാസ്റ്റർമാരൊക്കെ അടുത്തൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസലോ. അതിന്റെ അനന്തരഫലമൊക്കെ ഇപ്പം ധാരാളം കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോസ് കൊടുക്കാൻ ആളില്ലാതിരുന്നൊരു ആയിട്ടാണ് നമുക്ക് ഈ നോഹയെ കുറിച്ച് കാണുന്നത്. ഒരു പ്രാവശ്യം ദൈവം അവനോട് സംസാരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ പരിമിതമായ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസലോ. അപ്പം നോഹ സംസാരിക്കുകയാണ്. നോഹയോട് കർത്താവ് സംസാരിക്കുന്നു, നീ പെട്ടകം ഉണ്ടാക്കുക. പ്രൈസലോ. അവൻ ഇവിടെ പറയുന്നത് നോഹ അതുവരെ കാണാത്തവയെ കുറിച്ചുള്ള അരുളപ്പാട് ദൈവം അവന് നൽകി കൊടുത്തു. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പോൾ അതുവരെ കാണാത്തവയെ കുറിച്ചുള്ള അരുളപ്പാട്. അതിനു മുമ്പ് നമുക്ക് നോഹയെ കുറിച്ച് കാണുന്ന ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ ദുഷ്ട തലമുറയായിരുന്നു. പക്ഷേ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കാരണം ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യരുടെ പുത്രിമാരെയൊക്കെ
കണ്ടെത്തി അവരെ ബോധിച്ചവരെ ഭാര്യമായിട്ട് എടുക്കുന്ന ആ ഏറ്റവും മ്ലേച്ഛകരമായ ഒരു പശ്ചാത്തലത്തിന്റെ പിന്നാമ്പുറത്തിൽ അതിന്റെ അകത്താണ് ഈ നോഹ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. ദൈവത്തിന്റെ കൃപ ലഭിച്ചു, പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്, അവന് കൽപ്പന ലഭിച്ചു. കൃപ ലഭിച്ചാൽ അതിനുശേഷം ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, അത് ചെയ്യാൻ തക്കവണ്ണം ഒരു തീരുമാനവും കൂടെ നമ്മിൽ നിന്ന് നിശ്ചയമായിട്ടും ആവശ്യമായിരിക്കും. ഇവിടെ സ്തോത്രം, ഇവിടെ നോഹ അതുവരെ കാണാത്ത, എന്താണ് അതുവരെ കാണാതിരുന്ന കാര്യമെന്ന് പറയുന്നത്? മഴയാണ് പ്രത്യേകിച്ച്. പ്രൈസ് ദി ലോർഡ്. കാരണം ആകാശത്തുനിന്ന് താഴോട്ട് വെള്ളം വീഴുന്ന ഒരു പരിപാടി അതുവരെ ഇല്ലായിരുന്നു. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലം നനച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുവരെ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തനിക്ക് അരുളപ്പാടുണ്ടായി. അത് മറ്റുള്ളവരോട് പറയുകയാണ്. പ്രൈസ് ലോകത്തോട് പ്രസംഗിച്ചു എന്ന്. നീതിപ്രസംഗിയായ നോഹ എന്നൊരു പദം എനിക്ക് തോന്നുന്നു യൂദായുടെ ലേഖനത്തിലാണെന്നത്, പുതിയ നിയമത്തിലാണുള്ളത്. പഴയ നിയമത്തിൽ പ്രസംഗിച്ചു എന്നൊന്നും കാണുന്നില്ല. പെട്ടകം ഉണ്ടാക്കിയ കാര്യങ്ങളും നടപടികളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീതിപ്രസംഗിയായ നോഹ എന്നൊരു പദമുള്ളത് കൊണ്ട് നോഹ പ്രസംഗിച്ചുമിരിക്കാം എന്നത് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു വരുന്നു. എന്തായിരുന്നാലും ദൈവത്തിന്റെ ഒരൊറ്റ വാക്കിന്റെ മുന്നിൽ പ്രൈസ് ദി ലോർഡ് പിന്നീട് നിരന്തരമായ ദൈവിക അരുളപ്പാടുകളൊന്നും ക്രമാനുഗതമായി തനിക്ക് ലഭിച്ചതായിട്ടൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ അബ്രഹാമിനൊക്കെ ലഭിച്ചതുപോലുള്ള ഒരു നിലയിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ് ആ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് താൻ എന്ത് ചെയ്തു? പെട്ടകം ഉണ്ടാക്കുകയാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇവിടെ പറയുന്നത് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി എന്ന് വെച്ചാൽ അത് ആത്യന്തികമായിട്ട് അങ്ങനെ തന്നെ ആയി മാറി. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം എന്ന സ്ഥിതിയിലേക്കാണ് ഒടുക്കം മാറിയത്. കാരണം താൻ നീതിപ്രസംഗി ആയിരുന്നെങ്കിൽ ലോകത്തെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരം നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. തന്റെ ആഹ്വാനത്തിൽ അത് ഉണ്ടായിരുന്നു. പക്ഷേ ആ പെട്ടകത്തിൽ അല്പജനം, സ്വന്തം കുടുംബം മാത്രം, ചുരുക്കം പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പെട്ടകത്തിനകത്ത് കയറ്റാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകമെമ്പാടും പ്രസംഗിക്കുന്ന സമയത്തും പ്രൈസ് ദി ലോർഡ് സ്വന്തം കുടുംബം പെട്ടകത്തിനകത്ത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ആവശ്യമാണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന ഒരു സാക്ഷ്യമാണ് പ്രധാനമായിട്ടും നോഹ നമ്മോട് വെച്ച് നീട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമല്ല, മറ്റൊരു കാര്യം കൂടെ അതിനകത്തുള്ളത്. നോഹ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നോഹയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരു നിഴലും കൂടിയാണ്. കാരണം ഈ പെട്ടകം യേശുവിനെ കുറിച്ചൊക്കെ നമുക്ക് ആ നിലയിൽ കാണുന്നത്. കൂടാതെ യേശു പറഞ്ഞൊരു കാര്യമാണ്, സ്തോത്രം, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലഘട്ടത്തിലും ഉണ്ടാകും. അവർ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും സുഖലോലുപതമായ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക അനുഭവത്തിൽ കർത്താവിന്റെ വരവ് സെക്കൻഡ് അഡ്വന്റ് ഉണ്ടാകും എന്ന വിഷയം കർത്താവ് തന്നെ ഉത്ബോധിപ്പിച്ച വിഷയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17, 21 അധ്യായങ്ങളിലൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോഹ നമ്മോട് സംസാരിക്കുന്നു. തന്റെ കുടുംബത്തെ കുറഞ്ഞ വർഷം പെട്ടകത്തിനകത്ത് കയറ്റാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, ഒരു വാക്ക്, ദൈവത്തിന്റെ ഒരേ ഒരു അരുളപ്പാട്, നിരന്തരമായ സ്തോത്രം, ദൈവത്തിന്റെ പ്രചോദനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിലും അതുവരെ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, മഴ എന്ന് പറയുന്ന ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം പ്രസംഗിച്ചുകൊണ്ട് നടന്നതെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയിൽ മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് മഴ പെയ്യും. ഈ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടാകും. ഈ ഭൂമിയെല്ലാം നശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നും നമ്മൾ കവലകളിലും ഫുട്പാത്തുകളിലും അങ്ങനെ ഹൈവേസും ബൈവേസിലും ഒക്കെ നിന്നുകൊണ്ട് പറയുന്ന ഘോരഘോരമായി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ന്യായവിധിയുണ്ട്, ഒരു ക്രോധാഗ്നിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം പ്രത്യക്ഷപ്പെടാൻ പോകുന്നുവെന്ന് ഈ ദേശത്തെ ജനത്തോട് വിളിച്ചു പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവർ കളിയെന്ന് വിചാരിച്ച ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, കളിയെന്ന് മരുമക്കളോട് പറഞ്ഞപ്പോൾ അവര് കളിയെന്ന് വിചാരിച്ചു. വേറൊന്നും ഈ കിളവന് വേറെ പണിയൊന്നുമില്ലേ എന്നൊരു പക്ഷേ അവർ ചിന്തിച്ച് ഒരു സ്ഥിതിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രൈസ് ദി ലോർഡ്, ഈ ഒരു കാലഘട്ടത്തിന്റെ അനുഭവം നോഹ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് എന്നത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ 3 വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒരു വ്യക്തിയും കൂടി
നമുക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല. വിശ്വാസ വീരന്മാരെന്ന് പറയുമ്പോൾ നിശ്ചയമായി അബ്രഹാമിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രൈസ് അബ്രഹാമിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങൾ എന്റെയൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാനും കേട്ടു വന്നതാണ്. എന്തെങ്കിലും ഒരു പ്രസംഗം വന്നാൽ അബ്രഹാം, ഏലിയാവ്, ഇങ്ങനെയുള്ള പല പല വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ടൊരു പ്രസംഗമൊന്നും നമ്മളൊന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ല. പ്രൈസലോ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇവരെ കുറിച്ച് വീണ്ടും ആവർത്തന വിരസതയിലേക്ക് പോകുന്നില്ല. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വാക്കെന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, അതിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം, ഏതാണ്ട് 1800-ൽ പരം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന്, പ്രൈസലോ ഹല്ലേലൂയ, ഒരുപക്ഷെ വിഗ്രഹാരാധനയുടെ നടുവിൽ ചരിത്രമാനിൽ പഠിപ്പിക്കുന്നു, വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വിൽക്കുകയൊക്കെ ചെയ്ത അത്തരം സന്ദർഭങ്ങളിൽ നിന്ന്, പ്രൈസലോ ഹല്ലേലൂയ, കാണാൻ കഴിയുമെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത, ശബ്ദം ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ലാത്ത ദേവന്മാർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ ശബ്ദം കേട്ടു. പ്രൈസ്. അങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായി. ശബ്ദം കേട്ടപ്പോൾ താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഉപവിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവീദേവന്മാരിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമല്ല. പ്രൈസലോ, എവിടുന്നോ ഒരു ശബ്ദം പുറപ്പെടുന്നു. പ്രൈസലോ, ആ വാക്ക് വിശ്വസിച്ച് താൻ എന്ത് ചെയ്തു? മെസൊപ്പൊട്ടേമിയൻ പ്രദേശങ്ങൾ വിട്ട് ഫെർട്ടൈൽ ക്രസന്റ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഇങ്ങനെ അതിന്റെ ഇപ്പുറത്തെ അറ്റമായ, ഫെർട്ടൈൽ ക്രസന്റിന്റെ ഇപ്പുറത്തെ അറ്റമായ, ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കലയുടെ ഇപ്പുറത്തെ അറ്റമായ കനാൻ ദേശം. പ്രൈസലോ. മെസൊപ്പൊട്ടേമിയൻ പ്രദേശങ്ങളെക്കാളും കൂടുതൽ മനോഹാരിതയുള്ള പ്രദേശമൊന്നുമല്ല ഈ പറയുന്ന കനാൻ ദേശം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം ആ സെൻട്രൽ പോയിന്റിലേക്ക് വിളിക്കുകയാണ്. ലോകത്തിന്റെ മധ്യത്തിൽ ക്രിസ്തുവിന് പിന്നെ ജനിക്കേണ്ടതുണ്ട് തുടങ്ങിയ പല കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും കനാൻ ദേശത്തേക്ക് താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. ദൈവത്തിന്റെ ഗൈഡൻസ് ആണ്. ദൈവം കരം പിടിച്ച് നടത്തുന്ന ഒരു സ്ഥിതി അബ്രഹാമിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സ്തോത്രം. പൂർണ്ണമായി ദൈവത്തിൽ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് അബ്രഹാം ആ നിലകളിൽ മുന്നേറിയത്. അബ്രഹാം വിശ്വാസിയുടെ പിതാവെന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇങ്ങനെ പുറപ്പെട്ടതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. അബ്രഹാം വിശ്വാസിയുടെ പിതാവെന്ന് പറയാൻ ആ പൊസിഷനിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്ഹാക്കിനെ ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഇസ്ഹാക്ക് ഉണ്ടായതിനു ശേഷം ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെയാണ് തന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ താൻ ഏറ്റവും ഫലപ്രദമായ നിലകൾ, വിജയപ്രദമായ നിലകളിലുള്ള നിലപാടെടുത്തത്. അതിനു മുമ്പ് ഇസ്മായേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി അവിശ്വാസത്തിന്റെ പരിണത ഫലമായിട്ടൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴൊന്നും വിശ്വാസവീരന്മാരുടെ പട്ടിക ലിസ്റ്റിലേക്കൊന്നും വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന ഒരു നാമകരണമൊന്നും ഡെസിഗ്നേഷൻ ഒന്നും കൊടുക്കാൻ സ്വാഭാവികമായിട്ട് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രൈസലോ. 22-ാമത്തെ അധ്യായത്തിൽ തനിക്ക് അതുവരെ മക്കളില്ലാത്ത സ്ഥിതിയിൽ ദൈവം തനിക്ക് മക്കളെ കൊടുത്തെങ്കിൽ നിശ്ചയമായും ഇവനെ യാഗമർപ്പിച്ചാലും ദൈവം അവനെ മടക്കി വിളിക്കുവാൻ തക്കവണ്ണം ശക്തനാണെന്നുള്ള തിരിച്ചറിവ് അബ്രഹാമിനുണ്ടായിരുന്നു. പ്രൈസലോ. അപ്പോൾ എവിടേക്ക് പോകുന്നത് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ചെന്നു. വാഗ്ദത്ത ദേശത്ത്, അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. എന്ന് വെച്ചാൽ വിശ്വാസത്താൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് സഞ്ചരിച്ച് തനിക്ക് വാഗ്ദത്തം ചെയ്ത് കിട്ടിയ ആ ദേശത്ത് താൻ എത്തിച്ചേർന്നെങ്കിലും പ്രൈസലോ തന്റെ വിശ്വാസം പിന്നെയും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പ്രൈസലോ ഹല്ലേലൂയ. പിന്നെയും തന്റെ വിഷൻ, തന്റെ ദർശനം ഈ കനാൻ ദേശം കൊണ്ട് സ്റ്റോപ്പായി പോയില്ല. പ്രൈസലോ. കനാൻ ദേശത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തുടർചലനങ്ങൾ അബ്രഹാമിനുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം വാഗ്ദത്ത ദേശത്ത് അവൻ ചെന്നു, എന്നിട്ട് അവന് വാഗ്ദാനം ചെയ്തത് ഈ ദേശമാണ്, പാലും തേനുമുള്ള ദേശം ഇതെല്ലാമാണ്. പക്ഷെ അവിടെ തന്നെ ചെന്നു, അതാണ് സമ്പൂർത്തി, ഇനി അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കാതെ പ്രൈസലോ ഹല്ലേലൂയ അവിടെ ആയിരുന്ന സ്ഥാനത്ത് താൻ എന്ത് ചെയ്തു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനം ഉള്ളതുമായ നഗരം എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനൊന്നും വലിയ അടിസ്ഥാനമില്ല. ഇതൊക്കെ താൽക്കാലികമാണ്. ഈ എബ്രായത്തിൽ പറയുന്നുണ്ട്, നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് ഇതിനാൽ സൂചിപ്പിക്കുന്നു എന്നൊരു പദം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 13-ാണ് എനിക്ക് തോന്നുന്നു.
അതെ, 12-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ഇളക്കമില്ലാതെ ആത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായതും ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായ ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവിക്കുക. ഇളക്കമുള്ളതിനെല്ലാം മാറ്റം വരും എന്ന ഒരു സ്ഥിതിയിൽ തന്റെ ദർശനം പിന്നെയും മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു ദർശനമായിരുന്നു എന്നത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുക. അബ്രഹാമിന്റെ കാര്യം കൊണ്ട് ആ വിഷയം അവസാനിക്കുന്നില്ല. തന്റെ ഭാര്യയായ സാറയിലും അവിടെ വിശ്വാസത്തിന്റെ ചില ചലനങ്ങൾ ഉണ്ടായതായിട്ടാണ് അടുത്ത വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോട് ചേർന്ന് അതും കൂടെ ചിന്തിച്ച് അവസാനിപ്പിക്കാം. അവിടെ കാണുന്നു, വിശ്വാസത്തിൽ എന്ന് വെച്ചാൽ തനിക്ക് വാഗ്ദത്ത ദേശത്ത് തനിക്ക് അവകാശം ലഭിക്കുന്നു, താൻ അവിടെ നിന്ന് തനിക്കൊരു തുടർ ദർശനം ലഭിക്കുന്നു. എന്ന് വെച്ചാൽ നിർമ്മിതമായ ഈ ഇളക്കമുള്ളതിനെല്ലാം മാറ്റം വരുമെന്ന്, ഇളകാത്ത രാജ്യം തനിക്ക് ലഭിക്കും എന്നുള്ള ദർശനം ലഭിച്ചതോടുകൂടി തന്റെ തലമുറകൾക്കും അത് പകർന്നു കൊടുത്തായിട്ടാണ് കാണുന്നത്. കാരണം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായിരുന്ന ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി വലിയ കൊട്ടാര സമുച്ചയങ്ങളിൽ താമസിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പ്രൈസലോ, അവിടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ, പ്രൈസലോ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ അബ്രഹാം കൂടാരത്തിലാണ് പാർത്തിരുന്നത്. 3 പുരുഷന്മാർ, അതിഥികൾ തന്റെ സമീപത്ത് കടന്നു വന്നപ്പോൾ പോലും തൻ കൂടാരത്തിന്റെ വെളിയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൂടാരത്തിന് വെളിയിൽ അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോത്തിനാകട്ടെ വലിയൊരു പട്ടണം, വലിയൊരു വീട്, അവിടെ വന്ന അതിഥികളെ ഒക്കെ ആ ദേശക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ അവർക്ക് പൊളിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഒരു വീട്, അല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വീട് തനിക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യാശ ഈ ലോകത്തിലെ പ്രത്യാശയായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ പ്രത്യാശ ഈ ലോകത്തിൽ മാത്രം നിലനിന്നതല്ല. പ്രൈസലോ, ദൈവം ശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രത്യാശയുടെ തുടർചലനം തന്നിൽ ദർശനീയമായിരുന്നു. പ്രൈസലോ. അടുത്തത് സാറയുടെ കാര്യമാണ്, അതുകൂടെ പറയണം. കാരണം സ്തോത്രം, സാറ എന്ത് ചെയ്തു? 11-ാമത്തെ വാക്യം അത് സ്പെഷ്യലായിട്ട് എടുത്ത് എഴുതിയിരിക്കുകയാണ്. അബ്രഹാമിനെ കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. ഇപ്പം ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാനോക്കിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഹാവേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാവേല് വിവാഹിതനല്ലായിരുന്നത് കൊണ്ട് അതിനെപ്പറ്റിയൊന്നും അങ്ങനെയുള്ള കാര്യവും പറഞ്ഞില്ല. പിന്നെ നോഹയെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശ്വാസത്താൽ നോഹയുടെ ഭാര്യ ഇന്നത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്രഹാം ചെയ്തതെന്തോ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വിശ്വാസത്താൽ സാറയും എന്ന് പറഞ്ഞിട്ട് സാറയുടെ വിഷയം വീണ്ടും സ്പെഷ്യലായിട്ട് അവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. അവിടെ പറഞ്ഞ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവരെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. തന്റെ ശരീരത്തിന്റെ ജീർണമായ അവസ്ഥയ്ക്ക് വിശ്വാസത്താൽ മാറ്റം വരുത്തി. പ്രൈസലോ. അപ്പോൾ വാഗ്ദത്തം ചെയ്തവനെ, വാഗ്ദത്തം ആർക്കാണ് ലഭിച്ചത്? അബ്രഹാമിനാണ് വാഗ്ദത്തം ലഭിച്ചത്. പക്ഷേ അവന് ലഭിച്ച വാഗ്ദത്തം തന്റെ വാഗ്ദത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട്, പ്രൈസലോ, കൂടാരത്തിൽ നിന്ന് സാറാ ചിരിച്ചു. സ്തോത്രം. കാരണം അടുത്ത ആണ്ടിൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിനക്കൊരു സാറയ്ക്കൊരു മകനുണ്ടാവുന്നത്. അപ്പോൾ അവിടെ സാറാ ചിരിച്ചു. വാർദ്ധക്യ നിമിത്തമാണ്. അപ്പോൾ ദൈവം സകലത് പറയുന്ന ദൈവം, നീ എന്താണ് ചിരിച്ചത്? ഉള്ളിൽ ചിരിച്ചത്. എന്തുകൊണ്ട് ചിരിച്ചു എന്ന്? അപ്പോൾ സാറാ പറഞ്ഞു, ചിരിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ അല്ല, നീ ചിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സാറാ ഭയപ്പെട്ടു എന്നൊരു പദം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസലോ. അതുവരെയും ഒരു തമാശ രീതിയിൽ ദൈവത്തിന്റെ വിഷയങ്ങൾ ഒന്നും നടക്കാൻ സാധ്യതയില്ല. വെറും ഒരു ആശംസാ വാക്ക് പോലെ ദൈവം എന്തേലും പറഞ്ഞതായിരിക്കാം, വന്ന വ്യക്തികൾ പറഞ്ഞതായിരിക്കാം എന്ന് ഒരുപക്ഷെ സാറാ ചിന്തിച്ചു. പക്ഷെ അന്നോടുകൂടി സാറാ ഭയപ്പെട്ടു. പ്രൈസലോ. ഭയത്തോടുകൂടി ആ കാര്യം ഏറ്റെടുത്ത സാറാ, പ്രൈസലോ, വാഗ്ദത്തം ചെയ്തവരെ വിശ്വസ്തനെന്നെണ്ണി അന്നു മുതൽ ഒരുപക്ഷെ പ്രാർത്ഥന ആരംഭിച്ചു. തനിക്ക് ലഭിച്ച വാഗ്ദത്തത്തിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട്, പ്രൈസലോ, തുടർന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളുടെ പരമ്പര ഞാൻ കാണുമെന്നുള്ള ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പൊഴിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. തന്റെ ശരീരത്തിലെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത പദം പറയുന്നത് തന്റെ ശരീരത്തിൽ മാത്രമല്ല ചലനങ്ങൾ സംഭവിച്ചത്. സാറാ വിശ്വസിച്ചത് നിമിത്തം അടുത്ത വാക്യം പറയുന്നു, അതുകൊണ്ട് ഒരുവന്, മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിലെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ എണ്ണി കൂടാത്ത
മണൽ പോലെയും സന്തതി ജനിച്ചു. ഒരുവന് മൃതപ്രായനായവന് തന്നെ. മൃതപ്രായനായവൻ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ്? നിശ്ചയമായിട്ടത് അബ്രഹാമിനെ കുറിച്ചാണ്. സാറ വിശ്വസിച്ച നിമിത്തം തന്റെ ശരീരത്തിൽ പ്രായം കഴിഞ്ഞിട്ട് പുത്രോത്പാദനത്തിലൂടെ ശക്തി പ്രാപിച്ചു എന്നത് കൂടാതെ ഒരുവന് മൃതപ്രായനായവന് കൂടെ എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ ശരീരത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാറയുടെ വിശ്വാസത്താൽ സാധിച്ചു. എന്ന് വെച്ചാൽ വാഗ്ദത്തം ചെയ്തവരെ വിശ്വസ്തനെന്ന് എണ്ണിയതിന്റെ അനന്തരഫലമായി അബ്രഹാമിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കുവാൻ സാറയുടെ വിശ്വാസത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ അബ്രഹാം ആകട്ടെ, സാറയാകട്ടെ, നേരത്തെ പറഞ്ഞ ഹാബേലാകട്ടെ, ഹാനോക്കാകട്ടെ, നോഹയാകട്ടെ, പിന്നീട് വരുന്ന മോശ, അതുപോലെ ശിംശോൻ, ഇഫ്താഹ്, ബാരാക്ക് തുടങ്ങിയ അനേക വിശ്വാസ വീരന്മാരെ കുറിച്ച് അവയെക്കുറിച്ചൊന്നും പറയുവാൻ സമയം പോരാ എന്ന് എഴുതിയിരിക്കുന്നു. ശരിയാണ്, എനിക്കും ഇവിടെ സമയം പോരാ. ഇതെല്ലാം കൂടെ പറയാം. എബ്രായ ലേഖനത്തിൽ അത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്തോത്രം, സമയം ഏതാണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഇവരെല്ലാം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. 12:1 നമ്മൾ വായിച്ച സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും ഹല്ലേലൂയ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട, കരയേണ്ട, നിലവിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. ഒരു കാര്യം പറയാതെ അത് ഫിനിഷാകുകയില്ല. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹാബേലിനെ നമുക്ക് നോക്കാം ആരാധനയുടെ വിഷയത്തിൽ. ഹാനോക്കിനെ നമുക്ക് നോക്കാം, അത് അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്ന വിഷയത്തിൽ. അതുപോലെ നമുക്ക് അബ്രഹാമിനെ നോക്കാം, അല്ലെങ്കിൽ നോഹയെ നോക്കാം. പെട്ടകമുണ്ടാക്കി വിശ്വാസത്തോടെ കാത്തിരുന്ന ആ ഒരു വിഷയത്തിൽ, നീതിപ്രസംഗി എന്നുള്ള നിലയിൽ തന്റെ കുടുംബത്തെ പെട്ടകത്തിൽ കയറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ, പ്രത്യേക വിഷയത്തിലൊക്കെ ആ കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അബ്രഹാമിനെ കുറിച്ചും അങ്ങനെ ചിന്തിക്കുക, സാറയെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അവരെല്ലാം ചെയ്ത പ്രത്യേക കാര്യങ്ങളുണ്ട്. പക്ഷേ സകലത്തിന്റെയും പരിസമാപ്തി നമ്മൾ ഈ പറയുന്ന ആളുകളിലേക്കല്ല, വിശ്വാസത്തിന്റെ നായകനും ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്, ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ, ഫിനിഷ് ചെയ്യാൻ കഴിവുള്ളവരുവനാണ്. അവനിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് സകലത്തിനും സമ്പൂർത്തി വരുന്നത്. എബ്രായ ലേഖനം 7:25 കാണുന്നുണ്ട്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളത്, പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ള അവൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്നുള്ളത് ശരിയാകുമ്പോൾ തന്നെയും കർത്താവായ യേശു ക്രിസ്തു, വിശ്വാസത്തിന്റെ നായകൻ, നമുക്ക് സകലത്തിനും സമ്പൂർത്തി വരുത്തുന്ന ആ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ദർശനം, അല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം ദൃഷ്ടി പതിപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം വീണ്ടും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം പ്ലസ് കർത്താവ് യേശു ക്രിസ്തു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇങ്ങനെ വേദിയൊരുക്കിയ സുഭാഷ് അനാരി സാറിനോടും ആത്മപ്രബോധനയിലെല്ലാം ആദരണീയരായ പ്രിയപ്പെട്ടവരോട് നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.